എല്ലാവർക്കും നമസ്കാരം. നമ്മളൊരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആദ്യത്തെ 3 ക്വസ്റ്റ്യൻസ് വരെയായിരുന്നു അല്ലേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓർമ്മയില്ലേ? നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് ഉള്ള ചാപ്റ്റർ തുടങ്ങി, സമാന്തര ശ്രേണി തുടങ്ങി. സമാന്തര ശ്രേണിയിൽ ആദ്യത്തെ 3 ചോദ്യങ്ങൾ കഴിഞ്ഞ ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അടുത്ത ബാക്കി ചോദ്യങ്ങളിലേക്ക് നോക്കാം. ഓക്കെ, ഇവിടെ മിസ് മലയാളത്തിലും ഇംഗ്ലീഷിലുമുള്ള ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കുക. റൈറ്റ് ഇൻ അസെൻഡിങ് ഓർഡർ. അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? വലുപ്പക്രമത്തിൽ എഴുതുക അല്ലേ, കൂടി വരുന്ന രീതിയിൽ എഴുതി വരിക, ചെറുതുനിന്ന് വലുതിലേക്ക് എഴുതുക. ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിത്ത് ലാസ്റ്റ് ഡിജിറ്റ് 1 or 6. അതായത് എണ്ണൽ സംഖ്യ വലുപ്പക്രമത്തിൽ എഴുതണം. അതിനൊരു പ്രത്യേകത കൂടെ ഉണ്ട്. എന്താ, ഒരു റൂള് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോഴല്ലേ സീക്വൻസ് എന്ന് പറയാൻ പറ്റുള്ളൂ. 1ലോ 6ലോ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകൾ മാത്രമേ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ ഏതാണ് നമുക്ക് നോക്കാം. 1ലും 6ലും അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് 1ൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യ ഏത് തന്നെയാ? 1 തന്നെയാണ് അല്ലേ. അപ്പോൾ ആദ്യത്തേത് ഏതാ? 1 എന്ന് വരും. രണ്ടാമത്തേത് ഏതാ വരിക? 6ൽ അവസാനിക്കുന്നോ നമുക്ക് പറ്റൂലേ. അപ്പോൾ എണ്ണൽ സംഖ്യയിൽ 6ൽ അവസാനിക്കുന്ന ആദ്യ സംഖ്യ 6 എന്നല്ലേ. പിന്നെയോ 1ൽ അവസാനിക്കുന്നത് 11, 6ൽ അവസാനിക്കുന്നത് 16, പിന്നെ 1ൽ എൻഡ് ചെയ്യുന്നത് ഏതാ? 21, 26. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയില്ലേ? സംഭവം മനസ്സിലായില്ലേ? എണ്ണൽ സംഖ്യ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഏതാ? നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണ് എല്ലാവർക്കും അറിയാലോ. 1, 2, 3, 4 അല്ലേ. അതാണ് നമ്മളെ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. 1, 2, 3, 4, 5 ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന നാച്ചുറൽ നമ്പർ. അതിൽ എണ്ണൽ സംഖ്യ എന്ന് പറയുന്നത്, അതിൽ നമ്മളോട് പറഞ്ഞത് 1ലോ അല്ലെങ്കിൽ 6ലോ അവസാനിക്കുന്ന നമ്പേഴ്സ് മാത്രം സെലക്ട് ചെയ്യാനാണ്. അപ്പോൾ 1 പറ്റും, 6 പറ്റും, 11 പറ്റും, 16 പറ്റും, 21 പറ്റും, 26 പറ്റും, 31 പറ്റും, 36 പറ്റും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകില്ലേ. ഇതാണ് നമുക്ക് വേണ്ട നമ്പർ സീക്വൻസ്. മനസ്സിലായല്ലോ? ഈ നമ്പർ സീക്വൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, ഇനി നമ്മളോട് എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എഴുതി. ഈ ശ്രേണിയെ മറ്റു 2 തരത്തിൽ വിവരിക്കുക. ഒരു രീതിയിൽ അവർ തന്നെ വിവരിച്ച് തന്നു. എന്താ ഈ ശ്രേണീൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ ഈ ശ്രേണീൻ്റെ റൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്ന് എന്ത് പറയാം? നാച്ചുറൽ നമ്പേഴ്സ് എൻഡ്സ് ഇൻ 1 or 6 അല്ലേ. എൻഡിങ് ഇൻ 1 or 6. എൻഡ് ചെയ്യുന്ന നമ്പർ 1 or 6 ആയിട്ടുള്ളതാണ്. വേറൊരു രീതിയിൽ പറയാമല്ലോ. നിങ്ങൾ നോക്ക്, നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ടിങ് ഫ്രം 1 അല്ലേ. എണ്ണൽ സംഖ്യ തുടങ്ങുന്നത് 1ൽ നിന്ന് തുടങ്ങി 5 കൂടി പോകുന്ന സംഖ്യ. അതൊരു നിയമമായിട്ട് പറഞ്ഞൂടെ? എന്താ പറഞ്ഞത്? നമ്മൾ 1ൽ നിന്ന് തുടങ്ങി അല്ലേ. 1ൽ നിന്ന് തുടങ്ങി, പിന്നെ എന്ത് ചെയ്യുന്നു? 5 കൂടി അല്ലെങ്കിൽ 5 കൂട്ടി എഴുതുന്ന എണ്ണൽ സംഖ്യകൾ. അതല്ലേ ഇതെന്ന് പറയുന്നത് അല്ലേ? 5 കൂട്ടി എഴുതുന്ന എണ്ണൽ സംഖ്യകൾ. ആ റൂള് ശരിയല്ലേ? നോക്ക് നിങ്ങൾ. 1ൽ നിന്ന് തുടങ്ങുന്നു അല്ലേ. 5 കൂട്ടും. 1നോട് 5 കൂട്ടിയാൽ 6, 6നോട് 5 കൂട്ടിയാൽ 11, 11നോട് 5 കൂട്ടിയാൽ 16. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ റൂള് ശരിയല്ലേ? അപ്പോൾ നമ്മൾ ഒരു പുതിയ റൂൾ എഴുതി അല്ലേ. എങ്ങനെ നമുക്ക് പറയാം? നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ടിങ് ഫ്രം 1 ആൻഡ് ആഡിങ് 5. 1ൽ നിന്ന് തുടങ്ങുന്നു, 5 കൂട്ടി പോകുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു റൂള് പറഞ്ഞു, ഒന്നാമത്തെ. ഇനി വേറൊരു റൂള് പറയണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ നോക്കുക മിസ്, നമ്മൾ എഴുതിയ നമ്പർ ഏതൊക്കെയാണ്? 1, 6, 11, 16, 21, 26. ഈ നമ്പേഴ്സിനെയൊക്കെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയാണ് കിട്ടുന്നത് നോക്ക്. നമുക്കൊന്ന് 1നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നിങ്ങൾ നോക്ക്, 1നെ 5ൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 1ൽ 5 പോവുമോ? ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ എന്ത് വരും? റിമൈൻഡർ എന്ത് തന്നെ വരും? 1 തന്നെ വരും അല്ലേ. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ 6നെ ഒന്ന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്തേ, എന്താ സംഭവിക്കുക? ഒരു 5 മാത്രം അല്ലേ. ഒരു 5, 5, 6ന്ന് 5 സബ്ട്രാക്ട് ചെയ്താൽ റിമൈൻഡർ 1. കണ്ടോ? ഇനി അടുത്തത് 11 അല്ലേ. 11നെ ഒന്ന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്തേ, 2, 5, 10 അല്ലേ. 2 5s are 10. പിന്നെ 11ന് 10 സബ്ട്രാക്ട് ചെയ്താൽ റിമൈൻഡർ 1. സംഭവം പിടികിട്ടിയോ? ഇനി 16നെ ഒന്ന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്തേ, 3, 5, 15 അല്ലേ. റിമൈൻഡർ എഗെയിൻ 1. അപ്പോൾ നമ്മൾ എഴുതിയിട്ടുള്ള ഈ നമ്പേഴ്സിനെയൊക്കെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയാണ് കിട്ടുന്നത്? റിമൈൻഡർ 1 എന്നല്ലേ കിട്ടുന്നത്
അല്ലേ? നിങ്ങൾ നോക്ക്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എന്താ ചെയ്യേണ്ടത്, റിമൈൻഡർ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാ പോലെ നമ്പേഴ്സ് എഴുതിയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര റിമൈൻഡർ കിട്ടുന്നത് നോക്കിയാൽ മതി, അല്ലേ? നമ്മളിവിടെ ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് എത്ര കിട്ടി? 1 ആണ് റിമൈൻഡർ. അപ്പോൾ ഈ സീക്വൻസിന് നമുക്ക് വേറൊരു രീതിയിലൂടെ പറഞ്ഞൂടെ? ഒരു രീതി പറഞ്ഞു, 1ലോ 6ലോ എൻഡ് ചെയ്യുന്ന എണ്ണൽ സംഖ്യകൾ, നാച്ചുറൽ നമ്പേഴ്സ്, അത് ചോദ്യത്തിൽ പറഞ്ഞു. രണ്ടാമത് നമ്മൾ കണ്ടുപിടിച്ചു 1ൽ നിന്ന് തുടങ്ങി പിന്നെ 5 കൂട്ടി കൂട്ടി എഴുതിയതാണ് ഇവരെ. അത് രണ്ടാമത്തെ രീതിയിൽ ഒരു റൂളായിട്ട് പറയാം. മൂന്നാമത് നമ്മൾ പറഞ്ഞ റൂൾ എന്താ? അതായത് 5നെ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന എണ്ണൽ സംഖ്യകൾ, അല്ലേ? അങ്ങനെ പറഞ്ഞൂടെ? നാച്ചുറൽ നമ്പേഴ്സ് എന്താണ്? ലിവിങ് റിമൈൻഡർ 1, അല്ലേ? ലിവിങ് റിമൈൻഡർ 1 വെൻ ഡിവൈഡഡ് ബൈ 5, അല്ലെങ്കിൽ വെൻ ഡിവിഷൻ വിത്ത് 5. 5നെ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്നു. ആ റൂള് നമുക്ക് പറഞ്ഞൂടെ? അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഒന്നല്ലെങ്കിൽ മലയാളത്തിൽ ഇംഗ്ലീഷിൽ എങ്ങനെ വേണമെങ്കിലും എഴുതാം. നമുക്ക് എന്ത് പറയാം? 5 കൊണ്ട് ഹരിക്കുമ്പോൾ, അല്ലേ? 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എത്ര വരുന്നു? ശിഷ്ടം 1 വരുന്ന എണ്ണൽ സംഖ്യകൾ, അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് ലിവിങ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ 5, എണ്ണൽ സംഖ്യകൾ, അല്ലേ? അല്ലെങ്കിൽ എന്ത് പറയാം? നാച്ചുറൽ നമ്പേഴ്സ് ലിവിങ് റിമൈൻഡർ എത്ര? 1 ഓൺ ഡിവിഷൻ 5. 5 കൊണ്ടായിരിക്കും എന്ത് ചെയ്യുന്നു? റിമൈൻഡർ 1 വരുന്നു. ക്ലിയർ അല്ലേ? അപ്പോൾ അവർ പറഞ്ഞ പോലെ നമ്മൾ പുതിയ 2 നിയമങ്ങൾ കണ്ടുപിടിച്ച് കൊടുത്തില്ലേ? 2 നിയമങ്ങളായാലും അപ്പോൾ ചോദ്യത്തിന് ഉത്തരമായി. ക്ലിയർ ആണല്ലോ? സിമ്പിളായിട്ട് പറഞ്ഞല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ഫിഗറൊക്കെ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കറക്റ്റായിട്ട് നോക്കാം നിങ്ങൾ. ഓക്കെ, നിങ്ങൾക്ക് കാണാമല്ലോ, അല്ലേ? കാണാവുന്ന വലുപ്പത്തിലല്ലേ ഉള്ളത്? ഇവിടെ നോക്കടാ. ഓക്കെ, ഈ ചോദ്യത്തിൽ നിങ്ങൾക്ക് മലയാളം ഇംഗ്ലീഷും തന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിങ്ങളോട് പറഞ്ഞത് ഒരു സമഭുജ ത്രികോണം. എന്താ സമഭുജ ത്രികോണം? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡും ഈക്വൽ, അല്ലേ? 3 സമഭുജ ത്രികോണങ്ങൾ അല്ലെങ്കിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്. എന്നിട്ട് എന്താ പറയുന്നത്? വിത്ത് ദ സ്മോളർ ട്രയാങ്കിൾ ഗോട്ട് ബൈ ജോയിനിങ് ദ മിഡ് പോയിൻറ്റ്സ് ഓഫ് സൈഡ്സ് ഓഫ് കട്ട് ഓഫ്. ഒന്നുമില്ല, നിങ്ങൾ ഇപ്പോൾ നമ്മളൊരു ട്രയാങ്കിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരച്ച് കഴിഞ്ഞാൽ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കുക. നമ്മൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? വരയ്ക്കാൻ കഴിയില്ല, അല്ലേ? ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കുന്നത്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻറ്റർ കണ്ടോ? ഇതിൻ്റെ സെൻറ്റർ കണ്ടോ? ഈ സെൻറ്റേഴ്സ് ജോയിൻ ചെയ്തിട്ട് നമ്മൾ എന്ത് വരയ്ക്കുന്നു? പുതിയൊരു ട്രയാങ്കിൾ വരയ്ക്കുന്നു. അങ്ങനെയാണ് ഈ ട്രയാങ്കിൾസ് ഒക്കെ വരച്ചത്. എന്നിട്ട് അതേപോലെ ഇതിൻ്റെ സെൻറ്ററും വെച്ചിട്ട് പിന്നെയും ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കുന്നു. അങ്ങനെ സെൻറ്റേഴ്സ് ജോയിൻ ചെയ്ത്, അതായത് മധ്യബിന്ദുക്കൾ യോജിപ്പിച്ചുകൊണ്ട് നമ്മൾ പുതിയ പുതിയ ട്രയാങ്കിൾസ് വരച്ചു. അതാണ് ഈ ചോദ്യത്തിലുള്ള പിക്ചേഴ്സ്, അല്ലേ? ഓക്കെ, അപ്പോൾ ഇനി ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് പറഞ്ഞത് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചേ. എന്താ പറഞ്ഞത്? ഇതിലെ 3 ത്രികോണങ്ങളിൽ നിന്നും ഇതുപോലെ നടുവിലെ ത്രികോണം വെട്ടി മാറ്റിയതാണ് രണ്ടാമത്തെ ചിത്രം. ഈ ക്രിയ ഒരിക്കൽ കൂടി ചെയ്തത്, അതായത് ത്രികോണം നമ്മൾ കട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. ആ എംറ്റി സ്പേസ് ആണ് വൈറ്റ് കളറിലുള്ളത്, ബാക്കി റെഡ് ട്രയാങ്കിളും. എല്ലാം ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ആണ് കേട്ടോ. ഇനി നിങ്ങൾ ഒന്നാമത്തെ ചോദ്യം നോക്ക്. ഓരോ ചിത്രത്തിലും എത്ര ചുവന്ന ത്രികോണങ്ങളാണ് ഉള്ളത്? സിമ്പിളായിട്ട് പറഞ്ഞൂടെ? ഒന്നാമത്തെ ചോദ്യം എന്താ? ഓരോ ത്രികോണത്തിലും എത്ര ചുവന്ന ത്രികോണങ്ങളാണ് ഉള്ളതൊന്ന് എണ്ണി നോക്ക്. ഇതിലിവിടതാ ഒരു ത്രികോണം, 1 2 3. എത്ര ഉള്ളത്? 3 ത്രികോണങ്ങളല്ലേ? അപ്പോൾ ഒന്നാമത്തതിൽ 3. ഇനി രണ്ടാമത്തതിൽ എത്രയാണ് നോക്ക്. രണ്ടാമത്തേതിൽ ചുവന്നത് മാത്രം കേട്ടോ. ഇവിടെ 1 2 3 4 5 6 7 8 9 അല്ലേ? അതായത് ഇതിൽ 3 എണ്ണം, ഈ താഴെ 3 എണ്ണം, ഇവിടെ 3 എണ്ണം. അപ്പം 3 3 എത്ര വരും? 9 എണ്ണം വരുന്നുണ്ട്, അല്ലേ? 9. അടുത്ത നിങ്ങൾ നോക്ക്. ഇതേപോലെ ഈ ചെറിയൊരു സ്പേസിൽ ഇവിടെ നോക്കുക. ഈ ചെറിയൊരു സ്പേസിൽ 3 എണ്ണം, ഈ ചെറിയ സ്പേസിൽ 3 എണ്ണം, ഈ ഓരോ കുഞ്ഞു സ്പേസിൽ 3 3 3 വരുന്നില്ലേ? അപ്പോൾ നിങ്ങളെല്ലാം കൂടി ആഡ് ചെയ്താൽ എത്ര എണ്ണം വരും? 9 3 എണ്ണം വരും. 27 എണ്ണം ഉണ്ടാവും കേട്ടോ.
നോക്കുക 27 എണ്ണം ഉണ്ട് സർക്കിൾ. നിങ്ങൾ കറക്റ്റ് ഒന്ന് എണ്ണി നോക്കിയാൽ മതി, സിമ്പിളായിട്ട് കിട്ടും. 27 എണ്ണമാണുള്ളത്. ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കുക. ഇവിടെ 1 2 3 4 5 6 7 8 9, അങ്ങനെ 9 എണ്ണം ഇവിടെ, 9 9 9. ഓരോ ട്രയാങ്കിളും 9 എണ്ണം വെച്ചിട്ട് 3 പ്രാവശ്യം. അപ്പോൾ 3 9 27 എണ്ണമാണ് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ എന്ത് എഴുതി കഴിഞ്ഞു? റെഡ് ട്രയാങ്കിൾസിൻ്റെ നമ്പർ കൗണ്ട് ചെയ്തു അല്ലേ. രണ്ടാമത്തെ ചോദ്യം എന്താ? ഒന്നും വെട്ടി മാറ്റാത്ത മുഴുവൻ ത്രികോണത്തിൻ്റെ പരപ്പളവ് 1 എന്ന് എടുക്കുക. അതായത് ഈ മുഴുവൻ ത്രികോണത്തിൻ്റെ പരപ്പളവ് കണ്ടോ? ഏത് മുഴുവൻ ത്രികോണത്തിൻ്റെ? ഈ മുഴുവൻ ത്രികോണത്തിൻ്റെ പരപ്പളവ് 1 എന്ന് എടുക്കുക. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഓരോ ചിത്രത്തിലെയും ഒരു ചെറിയ ത്രികോണത്തിൻ്റെ പരപ്പളവ് കാണുക. ഒരു ചെറിയ ത്രികോണത്തിൻ്റെ പരപ്പളവ് നിങ്ങളോട് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്ക്, ഇവിടെ ടോട്ടൽ എത്ര ത്രികോണങ്ങളുണ്ട്? ഓരോ ചെറുതിൻ്റെയും കാണണം കേട്ടോ. ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 ത്രികോണങ്ങളില്ലേ? അപ്പോൾ നിങ്ങളോട് ഈ ഓരോന്നിൻ്റെയും പരപ്പളവ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, കംപ്ലീറ്റ് ഏരിയ കാണാൻ പറഞ്ഞു. ഓരോ ചിത്രത്തിലെയും ഒരു ചെറിയ ത്രികോണത്തിൻ്റെ ഈ ത്രികോണം മാത്രം എത്രയാണ് വരുന്നതെന്നാണ്. അപ്പോൾ നിങ്ങൾ നോക്കി, ഇങ്ങനത്തെ എത്ര ത്രികോണങ്ങൾ ചേർന്നതാ ഒരു വലിയ ത്രികോണം? ഇങ്ങനത്തെ 4 എണ്ണം ചേർന്നതല്ലേ ഒരു വലുത്? അപ്പോൾ ഒന്നിൻ്റെ മാത്രം പരപ്പളവ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതിയാൽ മതി? ടോട്ടൽ 4 എണ്ണത്തിൽ 1. ക്ലിയർ അല്ലേ? 4-ൽ 1 വരുന്നത് അല്ലേ? 1 2 3 4, അതിൽ 1 ഈ ത്രികോണം. അതേപോലെ നിങ്ങളിവിടെ നോക്ക്, ഇവിടെ എത്ര എണ്ണം വരുന്നുണ്ട്? ടോട്ടൽ എത്ര ചെറിയ ത്രികോണങ്ങൾ, ടോട്ടൽ എത്ര എണ്ണം വരുന്നുണ്ട്? അത് കണ്ടുപിടിക്കാൻ കൺഫ്യൂഷൻ ആവരുത്. ഇവിടെ നോക്കുക, ഒരേപോലത്തെ ത്രികോണങ്ങളാക്കി മാറ്റണം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇത് കുറച്ച് വലിയ ത്രികോണം അല്ലേ എന്നില്ല. ഇവിടെ നോക്ക്, ഈ സെൻറ്ററിലുള്ളത് കുറച്ച് വലിയ ത്രികോണം അല്ലേ, ഈ വൈറ്റ് കളറിൽ കാണുന്നത്. പക്ഷെ നമുക്കതിനെ ചെറുതാക്കി മാറ്റിക്കൂടെ? നോക്ക് മിസ്, ഇങ്ങനെ ചെറുതാക്കി ഒരു ലൈൻ ഇട്ടിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്തു. അപ്പോൾ നിങ്ങൾ നോക്ക്, ഒരേപോലത്തെ വലുപ്പമായില്ലേ? നോക്ക്, അങ്ങനെ നമുക്ക് പിക്ചറിനെ മാറ്റി ചെയ്തൂടെ? അപ്പോൾ ടോട്ടൽ എത്ര എണ്ണം ഉണ്ടാവും? നമ്മൾ എണ്ണി നോക്കിക്കഴിഞ്ഞാൽ എത്ര എണ്ണം ഉണ്ടാവുന്നതെന്ന് നോക്ക്. ഇവിടെ 1 2 3 4, അങ്ങനെ ഈ ഒരു സെറ്റിൽ തന്നെ 4 എണ്ണം ഉണ്ട്. അങ്ങനത്തെ എത്ര ട്രയാങ്കിൾ വരുന്നുണ്ട്? 4 ട്രയാങ്കിളില്ലേ? അപ്പോൾ 1-ൽ 4 എണ്ണം വരുന്നുണ്ട്. വിത്ത് വൈറ്റും കൂടെ കൂടിയിട്ടാട്ടോ. ഈ റെഡും നോക്കണം, ഈ സെൻറ്ററിലുള്ള വൈറ്റും നോക്കണം. അപ്പോൾ ഒരു ത്രികോണത്തിൽ 4 എണ്ണം വരുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 4 ത്രികോണങ്ങളല്ലേ? ഇതൊന്ന് 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 ഇതൊന്ന്, അതേപോലെ തന്നെയാണ് അല്ലേ എവിടെയും? ആ 4 എണ്ണത്തിലും 4 എണ്ണം വീതം വരുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര എണ്ണം? 16 എണ്ണം വരുന്നുണ്ട്. അപ്പോൾ ഒരു ത്രികോണം എന്ന് പറഞ്ഞാൽ എത്രയിൽ ഒന്നാണ്? 16-ൽ മൊത്തം 16 എണ്ണമാണ് അല്ലേ ഉള്ളത്? 16-ൽ 16-ൽ 1 മാത്രമാണ് ഈ ചെറിയ ത്രികോണം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? 16-ൽ 1. ഇവിടെ നിങ്ങൾ നോക്ക്, അതേപോലെ എത്ര എണ്ണം വരുന്നുണ്ടാവും? ഈ ഒരു ഒന്നിനെ നമ്മൾ പിന്നെയും 4 എണ്ണാക്കുന്നു അല്ലേ? ഈ ഒരു ചെറിയ, നമ്മളിവിടെ നോക്കി, ഇവിടെ മൊത്തത്തിൽ എത്ര എണ്ണമായിരുന്നു ഉള്ളത്? ഒറ്റ ഒന്നായിരുന്നു ഉള്ളത്. ഈ ഒന്നിനെ നമ്മൾ 4 എണ്ണാക്കിയില്ല അടുത്ത ഫിഗറിലേക്ക് വരുമ്പോൾ. ഇനി നിങ്ങൾ നോക്ക്, ഈ ഒരു കുഞ്ഞു ത്രികോണം കണ്ടോ? ഈ കുഞ്ഞു ത്രികോണത്തിന് ഇവിടെ 4 എണ്ണാക്കിയിട്ടുണ്ട്. അപ്പം ടോട്ടൽ 16 ത്രികോണങ്ങൾ ഇവിടെ ഉണ്ട് അല്ലേ? ഇങ്ങനെ 16 എണ്ണം ഉണ്ട്. ആ 16 എണ്ണത്തിൽ നമുക്ക് 4 എണ്ണം വെച്ച് കണ്ടൂടെ? അപ്പോൾ 16 × 4 എത്ര വരും? നോക്ക്, 16 × 4 64 വരും അല്ലേ? അപ്പം നിങ്ങൾ നോക്ക്, ഇതിൽ ടോട്ടൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ടാവും ചോദിച്ചാൽ എത്ര ഉണ്ട്? 64 കുഞ്ഞു കുഞ്ഞു ട്രയാങ്കിൾസ് ഉണ്ട്. അതായത് ഇവിടെയൊക്കെ നമ്മളിങ്ങനെ പീസാക്കി ചെയ്തിട്ടുള്ള കാര്യമാണ് കേട്ടോ പറയുന്നത്. ഇതിലൊക്കെ ചെറുതാക്കും. അപ്പം 64 എണ്ണം ഉണ്ടാവും നമ്മുടെ കയ്യിൽ. അപ്പോൾ 1/64 എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? ഒന്ന് കറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ ആണ്. ഇനി അടുത്തതും കൂടി നമുക്ക് നോക്കാം. അടുത്തതിൽ എന്താ ചോദിക്കുന്നത്? മൂന്നാമത്തെ ചോദ്യം എന്താ? ഓരോ ചിത്രത്തിലെയും ചുവന്ന ത്രികോണങ്ങളുടെ ആകെ പരപ്പളവ് എത്രയാണ്? വാട്ട് ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ഓൾ ദ റെഡ് ട്രയാങ്കിൾസ്? ഇപ്പോൾ ഒരു ചെറിയ ട്രയാങ്കിളിലാണ് ചോദിച്ചത്. ഇനി റെഡിൻ്റെത് മൊത്തം എത്ര വരും എന്നാണ് ചോദ്യം. അത് നമുക്ക് ഈ ഒന്നാമത്തേതും തന്നെ സിമ്പിളായിട്ട് പറയാം. ഇവിടെ നോക്ക്, മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇതിൻ്റെ ഒന്നിൻ്റെ പരപ്പളവ് 1/4 അല്ലേ? അങ്ങനെ എത്ര റെഡ് ഉണ്ട് ഒന്നാമത്തെ ഫിഗറിൽ? ഇവിടെ ഒരു റെഡ്, ഇത് 2, ഇത് 3 റെഡ് അല്ലേ വരുന്നത്? അപ്പോൾ റെഡിൻ്റെ പരപ്പളവ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1/4. 3 റെഡാണുള്ളത്. അപ്പോൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? 1/4 × 3, അപ്പോൾ എന്ത് വരും? 3/4 എന്ന് എഴുതാം. പ്രശ്നമൊന്നുമില്ലല്ലോ. 3/4. അടുത്തത് നോക്ക്, രണ്ടാമത്തത് 1/16 അല്ലേ? ഒരു ട്രയാങ്കിളിൻ്റെത് 1/16. അങ്ങനെ എത്ര റെഡ് ഉണ്ടെന്ന് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്?
ഫസ്റ്റ് ചോദ്യത്തിൽ തന്നെ നമ്മളോട് ചോദിച്ചാൽ എത്ര റെഡ് ഉണ്ടെന്നായിരുന്നു. അത് നമ്മൾ 9 എണ്ണം എഴുതി. അപ്പോൾ നമ്മൾ ഈ 1/16 നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 9/16 കിട്ടും. അടുത്ത ലാസ്റ്റ് ഫിഗറിൽ ടോട്ടൽ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ 1/64 അതിൽ എത്ര റെഡ് ട്രയാങ്കിൾ ഉണ്ടെന്ന് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? എത്ര എണ്ണം ഉള്ളത്? 27 ആണ് കൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1/64 ഇൻറ്റു നമ്മൾ എന്ത് ചെയ്യണം? 27 ചെയ്യണം. ടോട്ടൽ 27 റെഡാണുള്ളത്. അപ്പോൾ 27 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 27/64 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഓരോ റെഡ് ട്രയാങ്കിളിൻ്റെയും ഏരിയ ഇവിടെ കണ്ടുപിടിച്ച് കഴിഞ്ഞു അല്ലേ? ഒരു ചോദ്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ഈച്ച് ഓഫ് ദ 3 സീക്വൻസസ്. അതായത് നമ്മൾ ഈ 3 ചോദ്യത്തിൽ 3 സീക്വൻസുകൾ നമുക്ക് കിട്ടി. നമ്മൾ കോമട്ട് 3 നമ്പേഴ്സ് എഴുതിയില്ലേ? ഈ ലാസ്റ്റ് എഴുതിയതും കൂടി മിസ് ഒരു സീക്വൻസ് ആക്കി മാറ്റി എഴുതാം. 3/4, 9/16, 27/64. നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഈ 3 എണ്ണത്തിൻ്റെയും 2 ടേംസ് കൂടെ കണ്ടുപിടിക്കുക. ടോട്ടൽ 5 ടേംസ് കണ്ടാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ നോക്കുക. ഒന്നാമത്തതിൻ്റെ നമ്മൾ എഴുതിയത് എന്തായിരുന്നു? 3, 9, 27. ഇവിടെ എന്താ പ്രത്യേകത? നിങ്ങളൊന്ന് നോക്ക്. 3നോട് 3 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 9. 3, 3, 9. 9, 3, 27. അടുത്തത് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഇൻറ്റു 3 ചെയ്താൽ പോരെ? 27 × 3 ചെയ്താൽ പോരെ? 27 × 3 ചെയ്താൽ എത്ര കിട്ടും? 81 എന്ന് കിട്ടും. ഇനി 81 × 3 ചെയ്താൽ പോരെ? 81 × 3 എത്ര വരും? 243 എന്ന് വരും കേട്ടോ. എത്ര വരിക? 81 × 3 സൈഡിൽ ചെയ്ത് നോക്കുക. 8 × 3 എന്ത് വരും? 24. 243 എന്ന് വരും. അപ്പോൾ ഒന്നാമത്തതിൻ്റെ ഉത്തരമായി അല്ലേ? ഇനി അതേപോലെ നമുക്ക് എല്ലാം എഴുതിക്കൂടെ? നിങ്ങൾ നോക്ക്. അടുത്തത് നമ്മളോട് പറഞ്ഞത് 1/4 ആണ്. 1/16 ആണ് രണ്ടാമത്തത് കേട്ടോ. 1/64. ഇതിൻ്റെ അടുത്ത 2 ടേംസ് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ ഇവിടുത്തെ ബന്ധം എന്താ? അവിടെ എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. എന്നാലേ നമുക്ക് അടുത്തത് എഴുതാൻ പറ്റുള്ളൂ. ഇവിടെയൊക്കെ ന്യൂമറേറ്റർ ഒക്കെ 1. അപ്പോൾ അടുത്തതിൻ്റെ ന്യൂമറേറ്റർ 1. പക്ഷെ ഡിനോമിനേറ്റർ ഈ താഴെ ഛേദത്തിൽ നമ്മൾ എന്താ എഴുതുക? താഴെ ഭാഗത്ത് ഇത് 4. 4നോട് 4 ഗുണിച്ചാലല്ലേ 16. 16നോട് 4 ഗുണിച്ചപ്പോഴല്ലേ 64 കിട്ടിയത്. അപ്പോൾ അടുത്തത് കിട്ടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മുകളിൽ 1 തന്നെ വിടും. 64നെ നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഉത്തരമായില്ലേ? 64 ഇൻറ്റു എന്ത് ചെയ്താൽ മതി? 4 എന്ന് ചെയ്താൽ മതി. എത്ര കിട്ടും? 64 × 4, 4, 4, 16, 6. ശിഷ്ടം 1 വരും അല്ലേ? 6, 4, 24, 1, 25, 256 എന്ന് വരും. കഴിഞ്ഞിട്ടില്ല. 5 എണ്ണം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി 256നെ നമ്മൾ എന്തുകൊണ്ട് ഗുണിക്കണം? എഗെയിൻ നമ്മൾ 4 കൊണ്ട് ഗുണിക്കുക. 6, 4, 24, 4, ശിഷ്ടം 2. 5, 4, 20, 2, 22, 2, ശിഷ്ടം 2. 2, 4, 8, 2, 10. എത്ര വരും? 1024. അപ്പോൾ അടുത്ത ടോട്ടൽ 5 ടേംസ് എഴുതിയല്ലോ. ഇനി അവസാനത്തെ സീക്വൻസ് ഏതായിരുന്നു? 3/4, 9/16, 27/64. അത് നോക്കുക എന്താ സംഭവിച്ചത്. ഇതിൻ്റെ മുകൾ ഭാഗം എന്താ സംഭവിക്കുന്നത്? 3നെ 3 കൊണ്ട് ഗുണിച്ചപ്പോൾ 9. 9നെ 3 കൊണ്ട് ഗുണിച്ചപ്പോൾ 27. അപ്പോൾ അടുത്തത് കിട്ടുക 27നെ 3 കൊണ്ട് ഗുണിച്ചാൽ പോരെ അല്ലേ? അടുത്തത് കിട്ടുക ആ സംഖ്യേനെ 3 കൊണ്ട് ഗുണിച്ചാൽ പോരെ? അപ്പോൾ മുകളിൽ ഇങ്ങനെ 3ൻ്റെ ഗുണിതങ്ങളല്ല 3നെ കൊണ്ട് ഗുണിച്ച് പോവുക അല്ലേ? താഴെ എന്താ സംഭവിക്കുന്നത്? 4 × 4 16, 16 × 4 64. അപ്പോൾ അടുത്തത് കിട്ടാനോ? 64 × 4 ചെയ്താൽ പോരെ? അടുത്തത് കിട്ടാൻ ഇതിനെ 4 കൊണ്ട് ഗുണിച്ചാൽ പോരെ? അപ്പോൾ മുകളിലൊക്കെ 3 3 ഗുണിച്ച് പോവുക, താഴെയൊക്കെ 4 4 ഗുണിച്ച് പോവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മുകളിൽ 27നെ 3 കൊണ്ട് ഗുണിച്ചാൽ നമ്മൾ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? 81. താഴെ 4 കൊണ്ട് ഗുണിച്ചാൽ 256. പിന്നെയോ 243. താഴെ 1024. അപ്പോൾ നിങ്ങൾ നോക്ക്, എല്ലാ സീക്വൻസും ആയില്ലേ? നോക്ക്, ക്ലിയർ ആയിട്ട് നമുക്ക് പെട്ടെന്ന് കിട്ടിയില്ലേ? അപ്പോൾ സീക്വൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും ഒരു റിലേഷൻ ഉള്ള ആൾക്കാരെ നമ്പേഴ്സിനെയാണ്, അല്ലെങ്കിൽ ഒരു റൂള്, ഒരു നിയമം പറയാൻ പറ്റിയ നമ്പേഴ്സിനെ മാത്രമാണ് ഞങ്ങൾ സീക്വൻസ് എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് നിയമങ്ങൾ പറയാൻ പറ്റിയില്ലേ? ഇത് 3 ഗുണിച്ച് പോവുകയല്ലേ ചെയ്യുന്നത്. ഇതെന്താ ചെയ്യുന്നത്? താഴെ 4 ഗുണിച്ച് പോവുക. ഇവിടെ എന്താ സംഭവിക്കുന്നത്? മുകളിൽ 3 ഗുണിക്കുന്നു, താഴെ 4 ഗുണിക്കുന്നു അല്ലേ? അപ്പോൾ അതിൻ്റെ അടുത്ത 2 ടേംസ്, ടോട്ടൽ 5 ടേംസ് ആയിട്ട് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി കണ്ട് നോക്കുക. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക?
ചോദ്യങ്ങളൊക്കെ കറക്റ്റ് മനസ്സിലാക്കുക. കഴിഞ്ഞ 3 ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി 2 ക്വസ്റ്റ്യനാണ് മിസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്തതാണ് ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഇപ്പം നമ്മൾ എന്താണ് സീക്വൻസ് എന്നുള്ള കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ. നമ്മൾ എന്താ സീക്വൻസ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താ? അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അപ്പോൾ എന്താ അരിത്തമെറ്റിക് സീക്വൻസ്? സീക്വൻസും അരിത്തമെറ്റിക് സീക്വൻസും അല്ലെങ്കിൽ ശ്രേണിയും സമാന്തര ശ്രേണിയും തമ്മിലുള്ള വ്യത്യാസം എന്ത്? അല്ലേ, ശ്രേണിയും സമാന്തര ശ്രേണിയും തമ്മിലുള്ള വ്യത്യാസം എന്ത്? എന്താണ് സമാന്തര ശ്രേണി? അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയണ്ടേ? നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ എല്ലാവർക്കും ഓക്കെ ആണ്, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ, താങ്ക് യു.